വണക്കം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ VGT ക്രൈംസ്. വീട്ടിൽ നല്ല നേന്ത്രക്കായുണ്ടോ? എന്നാൽ ഇതൊന്നും ഉണ്ടാക്കണം. ഒരു നേന്ത്രക്കായ എടുത്ത് അതിന്റെ നടുവേ കീറി ഇത്ര വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കണം. എന്നിട്ട് മുങ്ങിക്കിടക്കാവുന്ന അളവിൽ വെള്ളമെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കണം. വേവിക്കുമ്പോൾ കായ ഉടയാതെ ശ്രദ്ധിക്കണേ. ഞാൻ ചെറുപയർ മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചിലയിടങ്ങളിൽ ഇതിന് വൈദ്യപ്പയർ എന്നൊക്കെ പറയും കേട്ടോ. ഇതിപ്പോൾ 5-6 ദിവസമൊക്കെ എത്തിയിട്ടോ. അപ്പോൾ ഇത് നല്ല പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം എന്തെങ്കിലും കറി വെക്കുന്ന സ്ഥിതിക്ക് ഇത് അതിലേക്ക് ചേർക്കാം. പിന്നെ പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നും വരുന്നില്ല, എന്നാൽ നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ നമ്മുടെ കായ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. അതിനായി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച സബോള ചേർക്കണം. ഞാൻ ഗ്രേവിക്ക് വേണ്ട ഉപ്പ് ഇപ്പോൾ ചേർക്കുന്നുണ്ട്. നമ്മൾ കായ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാകും. ഇത് നല്ല ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഈ സബോള നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. എരിവ് ഇഷ്ടപ്പെടാത്ത ഒരാളാണെങ്കിൽ മുളക് പൊടി കുറച്ച് ചേർക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. വെളിച്ചെണ്ണ ചേർത്ത് മസാല നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക, എന്നാൽ കരിക്കരുത്. ഇതിലേക്ക് നേരത്തെ വേവിച്ചു വെച്ച കായ ചേർക്കാം. കായയിൽ മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ചോറും കൂട്ടി കഴിക്കാനാണെങ്കിൽ 1 ഗ്ലാസ്, അല്ലെങ്കിൽ ചപ്പാത്തി, ദോശ, പൊറോട്ട അതിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാനാണെങ്കിൽ 2 ഗ്ലാസ് ആയിരിക്കും നല്ലത്. ഇനി നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. തിക്ക് ഗ്രേവി വേണ്ടവർ കായ വേവിച്ച വെള്ളം യൂസ് ചെയ്യുക. കൂടെ കഴിക്കാൻ ഒരു സ്പെഷ്യൽ ദോശ ഉണ്ടാക്കിയാലോ? സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം ഇതൊരു പരീക്ഷണമാണ്. ലിറ്റിൽ മില്ലറ്റ് അഥവാ ചാമ, അതിൻ്റെ പുട്ടുപൊടിയാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റിയൊരു തരി ടെക്സ്ചറാണ് ഇതിന്. ഇതുകൊണ്ട് ദോശ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് കടലമാവിൻ്റെ പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്. അതാകുമ്പോൾ ഇതൊന്ന് ബാലൻസ് ചെയ്ത് പോകുമെന്ന് വിചാരിക്കുന്നു. അത് കുറച്ചൊരു പൗഡർ ടെക്സ്ചറാണല്ലോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി നോക്കാം. സെറ്റാവുകയാണെങ്കിൽ നമുക്ക് ഇത് കൊണ്ട് ഉപകാരമായി. അല്ലേ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നേ. പരീക്ഷണം ആവുമ്പോൾ ചെറിയ ദോശകളായിരിക്കും നല്ലത്. അതാവുമ്പോൾ മറച്ചിടാൻ പറ്റിയില്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈ പരീക്ഷണം വിജയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ റവ ഒക്കെ വെച്ചൊരു ദോശയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അതുപോലത്തെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന്. ഒരു പ്ലേറ്റിലേക്ക് ആദ്യം കായിടുക. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഗ്രേവി ഒന്ന് ഒഴിച്ച് ഒന്ന് ഉടച്ച് കഴിച്ചു നോക്കിക്കുക. ഞാനൊന്ന് കഴിച്ചു നോക്കിയതിൻ്റെ പരിണത ഫലമാണ് ഈ കാലിയാവാറായ കറിപ്പാത്രം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ, സീ യു.